എന്തോ പൊട്ടണത് കേട്ടല്ലോ നേരത്തെ. പുറത്തേക്ക് എന്താ കൊടുക്കേണ്ടത്? കഞ്ഞിയോ ചോറോ? പനി വിട്ടിരിക്കണോ? ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ പെണ്ണില്ലേ അവളോട് പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ. എല്ലാറ്റിനും നീ തന്നെ വേണം. പിന്നെ ആരാ ഉള്ളത്? ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിൽ നിർത്തിയിരിക്കണം എന്തിനാ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല എന്ന് അറിഞ്ഞൂടെ? ആ രാഘവനോ? ഇരിക്കെ. ഇതെന്താ കൊച്ചുട്ടി? അസൽ പുഴമീൻ കൊണ്ടുവന്നിരിക്കണം. ഒഴിക്കട്ടുള്ളൂ. വേണ്ടതാണ് കേട്ടാ, പകല് വയ്യ. എന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതെങ്ങനുണ്ട്? അസല് കരിമണ്ണല്ലേ, കരിമ്പ്. അതിൽ കരിമ്പ് തന്നെ. പോലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാവും. കേടോ ഇരിക്കേ. നിൽക്ക് കേട്ടോ, ഞാൻ പുറപ്പെടുകയായി. ഇവരുടെ കാവിലൊന്ന് പോയി തൊഴട്ടെ. നാഗമ്മയുടെ ക്ഷണുണ്ട്. അവിടെ പോവാൻ ഇതൊക്കെ എടുത്തിടണോ? എന്ത് കാവ്, എന്ത് ഉത്സവം! ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളിവുണ്ടാവില്ല. ഞാൻ പറയണ കേക്ക്. അതേ മതി. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെന്തിനാ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല. ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല. ഇത് മതി. ഒക്കെ ഒരു പിഴച്ച കാല. നമ്മൾ വിചാരിക്കണ മാതിരി അല്ല ആളുകൾ. നാണോട്ടാ, ബാലിനവിടെ പോയി. പുറത്തില്ലേ? ഇല്ല. ആ പോവാച്ചാ പൊക്കോട്ടെ. ഞാനിപ്പൊ ഇവളോട് പറയായിരുന്നു ഉള്ള സ്വർണ്ണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ടെന്ന്. കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ബുദ്ധി തോന്നുക. പശുക്കുട്ടി ലോഹിയാവണുണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ. റൈറ്ററേ, ഒന്ന് തിരിഞ്ഞേക്കേ. വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ചു ചുറ്റിയതുപോലുണ്ട്. അത്ര പരിഷ്കാരം മതി. പോരാ, ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്. ആ ആ അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാ ഞാൻ വരാഞ്ഞ. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക്, അല്ലേ? ഇനിയും പണി കുറെ ബാക്കിയുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്ടോ. ഒരു കൊല്ലം ഞാൻ തുള്ളി തൊട്ടിട്ടില്ല. 2 ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക്. വേണ്ട വേണ്ട, പറ്റില്ല. എന്റെ ഒരു സന്തോഷത്തിന് 2 ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്കും. ഇതെന്റെ വക ആഘോഷമാണ്.
പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ. നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന. കഴിക്കേ. നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല. കഴിക്കേ. ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ? സേട്ടുവിന്റെ കമ്പനി കടം തരുന്നെന്ന് പറഞ്ഞു ലോറിക്ക്. ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കി വരില്ലേ? കഴിക്കേ. കഴിക്ക്. വേണ്ട എന്നോട്. ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല? വേണ്ട, ഇനി ഞാൻ തൊടില്ല. എനിക്ക് അങ്ങനെ വലിയ കമ്പമൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല. എന്ത് രസമായിരുന്നല്ലേ? തമ്പ്രാട്ടി ഇതുവരെ ഇതുപോലത്തെ ഉത്സവമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിറയെ കൂട്ടമുണ്ടാവും. ഇനി നീ പൊയ്ക്കോ. ആ, ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറൂന്ന് പറയുന്ന കേൾക്കാൻ വലിയ രസമല്ലേ? ശുശ്രൂഷ ഏത് നേരത്തും. കുളൂസുവനെ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ തമ്പരാട്ടി കൈത്തോളൂ. നേരെ ശരി, ഞാൻ പോട്ടെ. കള്ളക്കഥകൾ ചിലവാകലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നന്നിക്കും, പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലാക്കോ? അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും. നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കുറെ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം. അതാ തെറ്റ്. ഇങ്ങനത്തോരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവനും അകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല. രാഘവൻ പറഞ്ഞില്ലേ? അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാലാ. നടക്കാനിപ്പോ കഷ്ടിച്ച് പറ്റും. പൊയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവല് കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങാം. ഇപ്പോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി.
പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര്? എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം. അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ... കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്. അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ ആപത്ത്? പറയൂ, എന്താ ആപത്ത്? അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്. രാജിക്ക്? രാജി മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും. എല്ലാം കളവോ? അവൻ കക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ? ഈ രാഘവേട്ടനോ? കൊല്ലേ? അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാൻ അവൻ്റെതായിരുന്നു. നടന്നില്ല. പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ... കൊച്ചുട്ടി, നിനക്ക് നടക്കാനായല്ലോ ഇപ്പോ. എന്നാ വൈകിക്കണ്ട, നടന്നോ. ഇത് ബസ് കൂലിക്ക് വെച്ചോ. ബാലേട്ടന് സുഖമായിട്ടില്ല, ഇപ്പൊ പോണില്ല. ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി. പോണ്ട, എവിടേക്കും പോണ്ട. ഞാനാ പറയണേ. പോലീസ് വന്നാ ഒളിപ്പിച്ചതിന് നമ്മളും കുടുങ്ങും. അതാ ഉണ്ടാവുക. നീ അത് വിശ്വസിച്ചോ? മയക്കാനവൻ അറിയാവുന്ന രാഘവൻ പറഞ്ഞ വെറുതെ അല്ല. ഇവിടുത്തെ തഞ്ചവും തരവും കണ്ട് പറ്റിക്കൊണ്ടെന്ന് തോന്നിയാൽ അവൻ അത് അപ്പുറം പറയും. വിശ്വസിക്കാൻ ഒരുമ്പട്ടോളെ നീയും. അവനെ വേറൊരു ഒരു ഈർച്ചക്കാരനാ. കാശിന് ഗതിയില്ലാത്തവൻ. അത് മനസ്സിലായിക്കോ. കൽപ്പണിക്കാരൻ ഈർച്ചപ്പണിക്കാരനേക്കാൾ കേമനാണോ? എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട അച്ഛൻ. അർഹതയില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം. എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഈ കാട്ടുമുക്കി കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും പോരെ? അത് നീ കൂടെ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ. നന്നായി, നന്നായി. ഊണ് കഴിക്കണ്ടേ?
എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഒന്നുമില്ല, കിടക്ക്. വലിയ പൂച്ചയാവും. അയ്യോ, കള്ളൻ, കള്ളൻ, ബാലേട്ടാ, കള്ളൻ, ഓടി, ബാലേട്ടാ. രാജു, വെക്കടാ അവിടെ. എടി ഇപ്പൊ കണ്ടോ ഇവനാ കാട്ടുകള്ളെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താടി പറഞ്ഞേ? ഇപ്പൊ കണ്ടോ? വെക്കടാ അവിടെ. ഇതെന്റെ കാശ. അര പട്ടിണി കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ്. ഉറും പരിമണി സൂക്ഷിക്കും പോലെ രാജി ഈട്ടം കൂട്ടി വെച്ച കാശ്. വെക്കടാ അവിടെ. അവ 100 മോഹം വെച്ച് നുള്ളിപ്പറക്കി വെച്ച കാശും എടുത്ത് ഒറ്റ പോക്ക്. അല്ലടാ നായേ. നാണേട്ടാ, മതിയായില്ലേ? ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ ഉമ്മറത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കണില്ല. ഇറങ്ങടാ. നാണേട്ടാ, ഇറങ്ങാൻ. കൊച്ചുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ നേരാണ്. നേരോ നുണയോ ആർക്കറിയാം? ഞങ്ങളിവിടെ ഇത്തിരി സ്വൈരായിട്ട് കഴിഞ്ഞിരുന്നവരാ. കടന്നു പോട്ടെ, രണ്ടാളും കടന്നു പോട്ടെ. അച്ഛൻ നമ്മള് മതി, എല്ലാരും കടന്നു പോട്ടെ. നീ പറഞ്ഞപ്പോ മുഴുവൻ അങ്ങോട്ട് വിശ്വാസം ആയില്ലെന്ന് വെച്ചോളൂ. പക്ഷെ ദൈവം കണ്ണി കാണിച്ചു. എന്താ? മുഴുവൻ വിശ്വസിച്ചില്ല എന്നത് എന്റെ കയ്യിൽ വന്ന തെറ്റ്. എന്താ പറയണേ? കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അടിവാരത്തുകൊണ്ട് ബാങ്കിലിടുക. ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാസ്യം. അവൻ നിന്റെ കാശ് എടുത്തു, ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അവനോടെ? പേടിക്കണ്ട, ഒരു ദമ്പടി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല. എവിടെ അവനെന്നാ ചോദിച്ചത്? കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടി മറിയേണ്ടി വരും. വിട്ടു, പോയി തൊലയട്ടെ. അവൻ എവിടെയെന്ന്? പോയി. മുതല് പോയില്ലോ, പിന്നെന്താ? എപ്പോ പോയി? ഉച്ചയ്ക്ക് ഇറക്കി വിട്ടു. ഇനി അബദ്ധം പറ്റരുതല്ലോ. അകത്ത് അടച്ചുറപ്പുള്ള പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാശ് അവന് കൈകൊണ്ട് തൊടാൻ കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് എണ്ണ വരൂ.
എണ്ണി നോക്കിക്കോ. അനങ്ങി പോരുത്. ഒരുത്തിതെടുത്തപ്പോ കൈവതം വന്നത് നിനക്കും വരണ്ട. തൂക്കലൊന്നേ കിട്ടൂ, 2-നും 3-നും ഒക്കെ സമം. നീ എന്നോട് ഇത് ശബ്ദം പുറത്തു കേട്ട ആർക്കും ഞാൻ.